നാരായണ പരമഗുരവേ നമഃ. പൂജനീയനായ അധ്യക്ഷൻ ശ്രീ വീരേശ്വരാനന്ദ സ്വാമി അവർകൾ, ബഹുമാനപ്പെട്ട ഡോക്ടർ സുധാകരൻ സാർ, നടേശൻ സാർ, ശുഭകാനന്ദ അസംഗാനന്ദഗിരി സ്വാമിജികൾ, ശാർങ്ങധരൻ സാർ, ഡോക്ടർ SS ലാൽ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികൾ, ഇന്നത്തെ ഈ വേദി ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗുരുഭക്തർക്കും വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഹാർമണി 2025 ഇന്നത്തെ സെഷൻ്റെ രണ്ടാമത്തെ മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ സേവനം UK എന്ന സംഘടനയുടെ 10ാമത് വാർഷികവും, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധിജിയുമായി കണ്ടുമുട്ടിയതിൻ്റെ 100ാമത് വാർഷികവും ആഘോഷിക്കുന്ന വേളയാണിത്. 1925 മാർച്ച് മാസം 12-ാം തീയതി മഹാത്മാവ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നതിനായിട്ട് ശിവഗിരി കുന്നിൽ എത്തിയ ആ ഒരു വേളയിൽ ജാതീയ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കാൻ എത്തിയത്. പക്ഷേ ഗുരുവിനോട് ഒരു ഇൻ്റർവ്യൂ നടത്തിയതിലൂടെ ഗുരുവിൻ്റെ ചോദ്യങ്ങൾ ഗുരു പറഞ്ഞ ഉത്തരങ്ങൾ ഒരു വ്യത്യസ്തമായ ഒരു മഹാത്മാ ഗാന്ധിജിയാണ് ആ ഒരു സംഭാഷണത്തിന് ശേഷം കണ്ടുമുട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ നഗ്നമായ സത്യം. എന്തുതന്നെയാണേലും ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ഒരു ദിവ്യ സ്വരൂപത്തെ കണ്ട് ദർശിച്ചതിൻ്റെ 100ാമത് വാർഷികം നമ്മൾ ഇന്ന് ഈ വേദിയിൽ കൊണ്ടാടുമ്പോൾ, അതിന് 90 വർഷങ്ങൾക്ക് ശേഷം രൂപീകൃതമായ സേവനം UK എന്ന സംഘടന ഗുരുദർശനങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഈ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഒരു സംഘടനയായി മാറുന്നതിൻ്റെ 10ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട്. ഇന്നത്തെ ഈ ഒരു വേദിയെ ധന്യമാക്കുന്നതിന് ശിവഗിരി മഠത്തിൽ നിന്നും സച്ചിദാനന്ദ സ്വാമിജികൾ, ശുഭകാനന്ദ സ്വാമിജികൾ, അസംഗ ചൈതന്യ സ്വാമിജികൾ, വീരേശ്വരാനന്ദ സ്വാമിജികൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുഴങ്ങുന്ന ശബ്ദമായിട്ടുള്ള പ്രേമേന്ദ്രൻ MP അവർകൾ, അങ്ങനെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഒരു നീണ്ട തിര തന്നെയാണ് ഇന്നിവിടെ ഈ സമ്മേളന വേദിയിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. കാരണം ഈ പാശ്ചാത്യ നാട്ടിൽ ഇപ്പോൾ ലോകത്ത് എല്ലാവരും സമാധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിൻ്റെ എല്ലാം അവസാനം വന്നെത്തുന്നത് ഗുരുദർശനം എന്നുള്ള ഒരു സത്യത്തിലൂടെ മാത്രമേ ലോക സമാധാനം കണ്ടെത്തുന്നു, അതിനുള്ളൊരു വഴിയെ തെളിയൂ എന്നുള്ള സത്യം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ശ്രീനാരായണ സൗഹൃദ സമ്മേളനം, അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു ഹാർമണി 2025 എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസ് പ്രിൻ്റ് ചെയ്തപ്പോൾ സാറിൻ്റെ മലയാള ഭാഷയുടെ ഒരു വിവർത്തനം ചെയ്തത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രീനാരായണ ഗുരു സൗഹൃദ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുക എന്നാണ് കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ വെച്ച് പ്രേമേന്ദ്രൻ സാറ് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹാർമണി ഇതൊരു ചരിത്രത്തിൻ്റെ തുടക്കമായി മാറുന്ന കാര്യമാണ്. ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഹാർമണി നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി വരും വർഷങ്ങളിലും ഈ ഒരു ഹാർമണിയുടെ തുടർച്ചയായിട്ട് ഇവിടെ നടക്കുവാനായിട്ട് ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ ഗുരുദർശനം കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ന് മുതലേലും ഗുരുദർശനം നമ്മുടെ നെഞ്ചിലേറ്റാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുന്നു.
ഈ ഈ ഒരു സദസ്സിനെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ വേദിയിൽ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന സ്വാമി വീരേശ്വരാനന്ദ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം മുതൽ തന്നെ നമുക്ക് ഊർജ്ജസ്വലമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാം ഒരു ഉത്തേജിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സ്വാമിജിയുടെ ആ ഒരു അകമഴിഞ്ഞ സപ്പോർട്ടാണ് ഇന്ന് ഈ വേദി ധന്യമാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവരുടെയും പേരിൽ ഗുരുദേവ നാമത്തിൽ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാമിജി വീരേശ്വരാനന്ദ സ്വാമിജികളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് അല്ലെ കീനോട്ട് സ്പീക്കറായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രൊഫസർ MB നടേശൻ സാറാണ്. ശരിക്കും ഈ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവുണ്ടെങ്കിലേ എന്തിനും ഒരു ഗുരുദേവൻ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അറിവില്ലാത്തവൻ ഒരു രീതിയിലും ജയിക്കത്തില്ല. എവിടെയാണ് അറിവുള്ളത് അവിടെയാണ് ദൈവം. സത്യം പറഞ്ഞാൽ ഈ നടേശൻ സാറിനെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ അറിവിൻ്റെ ഒരു മഞ്ഞുമലയാണ് ഈ സാറ്. ഒരു മഞ്ഞുമലയുടെ ഒരു തുടക്കം ഇന്നലെ ഞങ്ങൾ ഒരു സ്പാർക്ക് പോലെ ഇന്നലെ ആശ്രമത്തിൽ നടന്ന സംസാരത്തിൽ ഒരു 2 മിനിറ്റ് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ വേദി നമ്മൾ കേൾക്കാൻ പോകുന്നത് അത്ര അർത്ഥസമ്പുഷ്ടമായിട്ടുള്ളൊരു പ്രഭാഷണമായിരിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ശ്രീ MB നടേശൻ സാറിനെ എല്ലാവരുടെയും പേരിൽ ഗുരുദേവ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത് ആശംസാ പ്രസംഗകനായിട്ട് ഇവിടെ എത്തുന്നത് ഈ സേവനം UK വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ അനിൽ ശശിധരൻ അവർകളാണ്. പ്രിയപ്പെട്ട അനിൽ ശശിധരനെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദി, ഈ ഒരു സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അസംഗാനന്ദഗിരി സ്വാമിജികളാണ്. സ്വാമിജികൾ ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറിയാണ്. നമുക്കറിയാം, സേവനം UK എന്ന സംഘടന 2020 നമ്പർ ഗുരുധർമ്മ പ്രചരണ സഭയുടെ യൂണിറ്റാണ്. ഈ സഭയുടെ സെക്രട്ടറിയായിട്ട് സ്വാമിജി സ്ഥാനമേറ്റതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. ഇതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ പിന്നിൽ സ്വാമിജിയുടെ ഒരു പ്രവർത്തനം വളരെ എടുത്തു പറയേണ്ടതാണ്. ഇന്ന് ഈ വേദി, ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും സ്വാമിജിയുടെ പേര് നിർദ്ദേശിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് ഈ ഉദ്ഘാടനത്തിന് വന്നെത്തിയിരിക്കുന്ന സ്വാമിജി അസംഗാനന്ദഗിരി സ്വാമികളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആശംസ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന മറ്റുള്ള ഒരു മഹനീയ സാന്നിധ്യമാണ് ഡോക്ടർ M ശാരംഗധരൻ സർ. സാറ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്രൊഫസർ ആയിരുന്നു. സാറിൻ്റെ ഒരു സാന്നിധ്യം ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ്. ഒത്തിരിയധികം സന്തോഷം ഈ വേദിയിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ. നമ്മുടെ എല്ലാം നിറഞ്ഞ കൈകളോടുകൂടി സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ സേവനം UK ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ശ്രീ അനിൽകുമാർ രാഘവൻ ചേട്ടനാണ്. എല്ലാവരുടെയും പേരിൽ നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ KC പ്രകാശൻ അവർകളാണ്. അദ്ദേഹം മാനേജിംഗ് പാർട്ട്ണർ അലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ കേരള. അദ്ദേഹം നമ്മുടെ ആശ്രമത്തിൽ നടന്ന ശിവഗിരി ആശ്രമം UK നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ പരിപാടിയിലും പങ്കെടുക്കാൻ വരും. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഡോക്ടർ KC പ്രകാശൻ അവർകളെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് ശ്രീ KP ദുര്യോധനൻ അവർകളാണ്. ദുര്യോധനൻ സാറ് ഓൾ കേരള മദ്യവർജന സമിതിയുടെ പ്രസിഡന്റാണ്. എല്ലാവരുടെയും പേരിൽ KP ദുര്യോധനൻ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് SNDP യോഗം
ഇൻസ്പെക്ടിംഗ് ഓഫീസറായിട്ടുള്ള ശ്രീ രവീന്ദ്രൻ എഴുമറ്റൂർ അവർകളാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പരിപാടിയിലും നമ്മുടെ ശിവഗിരി ആശ്രമത്തിൽ വന്ന് പങ്കെടുത്തു. അദ്ദേഹത്തിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഡോക്ടർ SS ലാൽ, പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. സാറിൻ്റെ ഒരു സാന്നിധ്യം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്നലെ നമ്മൾ കേട്ടറിഞ്ഞതാണ്. ഒരു അറിവിൻ്റെ നെറുകുടം എന്ന് തന്നെ പറയാം. സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ സശ്രദ്ധം ഇവിടെ ഇരിക്കുന്നു. നിറഞ്ഞ കൈകളോട് കൂടി നമുക്ക് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു എന്താ പറയുന്നത്, ഒത്തിരി കാലത്തെ ഒരു ബന്ധമുള്ള ഒരു സാറാണ് ഡോക്ടർ സുധാകരൻ സാർ, സുധാകരൻ കുമാരൻ. അദ്ദേഹം ചീഫ് പാർട്ണറാണ് GDPS UAE. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഡോക്ടർ സുധാകരൻ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ അനീഷ് കുമാർ. എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ശ്രീ അനീഷ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ശിവഗിരി ആശ്രമത്തിൻ്റെ ട്രസ്റ്റി മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ദിലീപ് ബാസേവൻ അവർകൾ. പ്രിയപ്പെട്ട ദിലീപിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ IT കൺവീനറും സേവനം UK ഡയറക്ടർ ബോർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ മധു രവീന്ദ്രനെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് ഇന്ന് ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗുരുഭക്തർക്കും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഇന്നും നാളെയും കൂടെ നടക്കുന്ന ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കണം. ഒരു അസുലഭ മുഹൂർത്തത്തിനായിട്ട് നമ്മൾക്ക് കാതോർക്കാം. എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഗുരുധർമ്മം ജയിക്കട്ടെ.